കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയെ സംഘപരിവാർ അവഹേളിച്ചുവെന്നാരോപിച്ച് ഇടുക്കി ഡിസിസിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിച്ചതിന്റെ പേരിൽ വേദി അശുദ്ധമായി എന്നാരോപിച്ച് വേദിയിൽ ഗംഗാജലമൊഴിച്ച് ശുദ്ധീകരണം നടത്തി ദളിത് സമൂഹത്തെയും ഖാർഗെയും അവഹേളിച്ച സംഘപരിവാർ നടപടി പ്രതിഷേധിച്ചാണ് ഇടുക്കി ഡിസിസിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തിയത്. കട്ടപ്പന ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയർ സമാപിച്ചു. RSS BJP സംഘപരിവാർ വിധ്വംസക രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തുടർന്ന് നടന്ന യോഗം എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു. എത്തിച്ചേർന്ന പ്രദേശം അശുദ്ധമായി, അതുകൊണ്ട് ആ പാപം മാറ്റാൻ വേണ്ടി ശുദ്ധീകരണം നടത്തിയ സവർണ ഹിന്ദു മേധാവിത്വത്തിനെതിരായി RSSന്റെ പിന്തുണയുള്ള ഹിന്ദു മഹാസഭയുടെ പ്രചാരകന്മാരായ ആളുകളെ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രതിഷേധ സംഘടന നടത്തുന്നത്. നമ്മുടെ രാജ്യം എല്ലാവർക്കും തുല്യനീതിയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിയായത്. നമ്മുടെ രാജ്യത്ത് നടന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരായി രാജ്യത്ത് ആദ്യമായി പ്രക്ഷോഭം നടത്തിയത്, ജനകീയ പ്രക്ഷോഭം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പാവപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വഴിമടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന നാളുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതി വ്യവസ്ഥയ്ക്കെതിരായി പോരാട്ടം നയിച്ചത്. കേരളം തന്നെ ഉദാഹരണമാണ്. കേരളത്തിൽ സവർണന്മാർ നടന്നു പോകുന്ന വഴിയിലൂടെ സവർണരില്ലാത്ത ആളുകൾക്ക് നടക്കാൻ പറ്റത്തില്ല. സവർണൻപ്പെട്ട ഹീനജാതിയിൽപ്പെട്ട ആളുകളെ കണ്ടാൽ അത് തെറ്റാണ്. അതുകൊണ്ട് അതിന് പാവപരിഹാരം ചെയ്യുന്ന നാട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വം പ്രസ്ഥാനത്തെ കോൺഗ്രസ് പിന്തുണച്ച് ഗുരുദേവനെ കാണാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നയിച്ചത്. വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവും നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാജ്യത്ത് ജനിച്ച എല്ലാവർക്കും തുല്യനീതി, എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം, അതാണ് കോൺഗ്രസിന്റെ നയം. ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരായി ഡിസിസി വൈസ് പ്രസിഡന്റ് ജോയ് വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു. KPC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് സെറിയക് തോമസ് രാജൻ, AP ഉസ്മാൻ, ജോർജ് ജോസഫ് പടവൻ, MD അർജുനൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, മനോജ് മുരളി, ഷാജി പൈനടത്ത്, PR അയ്യപ്പൻ, ST അഗസ്റ്റീൻ, തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, റോബിൻ കാരക്കാട്ട്, ജോർജ് കുറുമ്പുറം, MB ജോസ്, മിനി സാബു, ടോണി തോമസ്, മണിമേഖല, ബിന്ദു സന്തോഷ് പണിക്കാർ, സാന്ദ്രാമോൾ ജിന്നി, മോളി ടോമി, അനിൽ ആനിക്കരാട്ട്, സിജോ കുമ്മുട്ടിൽ, വിനോദ് ജോസഫ്, TN ബിജു തുടങ്ങിയ നിരവധി നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.